Good morning, students. In the previous class, we studied how we can find the unknown angles of a quadrilateral. അല്ലേ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ അൺനോൺ ആയിട്ടുള്ള ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു അല്ലേ. ഐ തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദെൻ ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസൺ ദിസ് ക്വസ്റ്റ്യൻ. The following figures GUNS and RUNS are parallelograms. Find x and y. Lengths are in centimeters. ഏത് ഫിഗറിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? These two figures. Understand? GUNSഉം RUNSഉം ഇങ്ങനെ രണ്ട് പാരലോഗ്രാം കണ്ടോ? ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? എക്സും വൈയും. ഈ ഫിഗറിൻ്റെ എക്സും വൈയും കാണണം. പിന്നെ ഈ ഫിഗറിൻ്റെ എക്സും വൈയും കാണണം. ഓക്കെ, വി വാണ്ട് ടു ഫൈൻഡ് ദ എക്സ് ആൻഡ് വൈ ഇൻ ദീസ് ടു പാരലോഗ്രാംസ്. പാരലോഗ്രാം ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ സെയിം അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആയിരിക്കും. ആൻഡ് ഓൾസോ ദ ഡയഗണൽസ്. ഓക്കെ, ദിസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. ഇതിന് ഡയഗണൽ ഇല്ല, ഇതിന് ഡയഗണൽ ഉണ്ട്. ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ എക്സ് ആൻഡ് വൈ ഇൻ ദിസ് പാരലോഗ്രാം. എന്നിട്ട് ഇത് ഹോംവർക്ക് ആയിട്ട് തരാം. ലിസൺ ഹൗ വി ക്യാൻ ഫൈൻഡ് ഹിയർ. RUNS ഈസ് എ പാരലോഗ്രാം ആണല്ലോ. RUNS ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രത്തിൻ്റെ ഇവിടെ ഡയഗണലാണ് തന്നിരിക്കുന്നത്, സൈഡ്സ് തന്നിട്ടില്ല. ഇവിടെ ഡയഗണലാണ് തന്നിരിക്കുന്നത്. ഈ ഡയഗണല് പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ എന്ത് ചെയ്യും? ബൈസെക്ട് ഈച്ച് അതർ. അത് ബൈസെക്ട് ചെയ്യും. ഈച്ച് അതർ, അതായത് ഈക്വൽ ലെങ്ത് അല്ല. ഇതും സെയിം ലെങ്ത് അല്ല, ബട്ട് എന്താണ്, ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും അല്ലേ. പാരലോഗ്രത്തിൻ്റെ അതിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതായത് ഇവിടം മുതൽ ഇവിടം വരെ, അതായത് ഇവിടെ O എന്ന് കൊടുത്താൽ, ഇവിടെ O എന്ന് പറയുന്ന if I am giving here OR and ON are same, OS and OU are same. Understand? ഇതിൻ്റെ ഈ ഡയഗണൽസ് മിഡ് പോയിന്റിൽ നിന്ന് അതിൻ്റെ വെർട്ടിസസിലോട്ടുള്ള ലെങ്ത് സെയിം ആയിരിക്കും. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദിസ് എക്സ് ആൻഡ് വൈ ഇൻ ദിസ് ഫിഗർ. ലിസൺ. ഹിയർ we already know that OR is equal to ON because this is a parallelogram. So OR is equal to ON. What is OR here? It is 16. What is ON here? X plus Y. Understand? In this, we take it as equation 1. And what about OS and OU? OS is equal to OU. Then what is OS there? Listen. OS is 20 and OU is Y plus 7. OS is equal to 20 and OU is equal to Y plus 7. From this equation we know that നമ്മുടെ ലീനിയർ ഇക്വേഷനകത്ത് നമ്മൾ ഇതിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ ട്രാൻസ്പോസിങ് ഒക്കെ അല്ലേ. അതിനകത്തുനിന്ന് Y plus 7 is equal to 20. From here Y is equal to 20 minus 7 is equal to 13. Understand? We got the value of Y here. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? വൈയുടെ വാല്യൂ കിട്ടി. എത്രയാണ് വൈയുടെ വാല്യൂ? Y is equal to 13. We give this value 13 to this Y. ഈ y 13 എന്നുള്ള വാല്യൂ നമ്മളിവിടെ കൊടുക്കാൻ പോവാം. 16 is equal to x plus 13. That is x plus 13 is equal to 16. അല്ല, LHSഉം RHSഉം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു എഴുതിയേ ഉള്ളൂ. From here x is equal to 16 minus 13. It is equal to 3. That is x is equal to 3 and y is equal to 13. മനസ്സിലായോ ചെയ്യുന്നത് എന്താണ്? അതായത് ശ്രദ്ധിച്ച്, ഈ ഫിഗറിൽ നിന്ന് നമ്മുടെ ഡയഗണൽസ് സെയിം ഈക്വൽ ലെങ്ത് ആയിരിക്കും മിഡ് പോയിന്റിൽ നിന്ന്. അപ്പം
OR is equal to ON. That is x plus y is equal to 16. x plus y 16 ആകുമ്പം നമുക്കിവിടെ എക്സും വൈ ഒന്നും ഇവിടെ കിടപ്പില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ഇക്വേഷൻ എടുത്തു. OS is equal to OU. That is y plus 7 is equal to 20. From here we got y is equal to 13 എന്ന് കിട്ടി അല്ലേ. 20 minus 7 ചെയ്യുമ്പോൾ y is equal to 13 എന്ന് കിട്ടി. ആ 13 നമ്മൾ ഇവിടോട്ട് കൊടുത്തു. ഇവിടോട്ട് കൊടുക്കുമ്പോൾ എന്താണ്, ഈ വൈയുടെ വാല്യൂ 13 വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 3. നമുക്കിനി കറക്റ്റ് ആണോ നോക്കാം. വൈയുടെ വാല്യൂ ഇവിടെ മുതൽ ഇവിടെ വരെ 20 ആണല്ലേ. ഫ്രം ഹിയർ ടു ഹിയർ ഇറ്റ് ഈസ് 20. വി ഗോട്ട് വൈ ഈസ് ഈക്വൽ ടു 13. നമ്മൾ കണ്ടുപിടിച്ചു വൈ 13 ആണെന്ന്. അപ്പം 13 പ്ലസ് 7 ഇറ്റ് ഈസ് 20. ഇറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് ഹിയർ ദിസ് ഇസ് ഫ്രം ഹിയർ ടു ഹിയർ ഇറ്റ് ഈസ് 16. വി നോ ദാറ്റ് വൈ ഈസ് 13 ആൻഡ് എക്സ് ഈസ് 3. വി ഗോട്ട് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3. യെസ്, ദിസ് വൺ ഈസ് ഓൾസോ കറക്റ്റ്. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെയാണ് ഇത് ഹോംവർക്ക് ആക്കി ചെയ്യുവാണെങ്കിൽ നോക്കിക്കുക എങ്ങനെ ചെയ്യുമെന്ന്. GUNS അല്ലേ, അതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ദാറ്റ് ഈസ് 3y മൈനസ് 1 ഈസ് ഈക്വൽ ടു 26. അവിടുന്ന് നമുക്ക് 3y കണ്ടുപിടിക്കാമല്ലോ അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3y ഈസ് ഈക്വൽ ടു 26 പ്ലസ് 1. ഈ മൈനസ് 1 ഈക്വൽസിന് അപ്പുറത്ത് പോകുമ്പോൾ അത് പ്ലസ് 1 ആകും. അപ്പോൾ 27 ആകും. അവിടുന്ന് y കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 27 ഡിവൈഡഡ് ബൈ 3. യെസ്, അങ്ങനെയാണ് 3x. ഇത് രണ്ട് സെയിം അല്ലേ. GS ഈസ് ഈക്വൽ ടു NU. പാരലൽ ലൈൻസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. യെസ്, ആൻഡ് ദാറ്റ് ഇസ് 3x ഈസ് ഈക്വൽ ടു 18. ഫ്രം ഹിയർ x ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3. അങ്ങനെ എക്സും വൈ ഇവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഡു ദാറ്റ് ആസ് ഹോംവർക്ക്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ ദ എബവ് ഫിഗർ ബോത്ത് RISK ആൻഡ് CLUE ആർ പാരലോഗ്രംസ്. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഏതൊക്കെയാണ് RISK? RISK കണ്ടോ, RISKയും പിന്നെ CLUEയും. ഇത് രണ്ടും പാരലോഗ്രമാണ്. നോക്കിക്കേ, ഇതിങ്ങോട്ട് മായ്ച്ച് കളഞ്ഞാൽ ദിസ് ഈസ് എ പാരലോഗ്രം അല്ലേ. ഇതിങ്ങോട്ട് നോക്കിയാൽ ഇതൊരു പാരലോഗ്രം ആണ്. ലൈക്ക് ദാറ്റ് ഇവിടെ നിങ്ങോട്ട് നമ്മൾ ഇത് ചെയ്താൽ ദിസ് ഈസ് എ പാരലോഗ്രം. വി വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദിസ് ഫിഗർ. ഓക്കെ, ഐ ആം ഗോയിങ് ടു ഡ്രോ this figure once more here. Yes, here it is RISK. This is RISK and this is CLUE. We want to find this angle X. അല്ലേ, ഈ ആംഗിൾ എക്സ് കണ്ടുപിടിക്കാൻ പോവാം നമ്മൾ. ഇവിടെ വേറെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. This is 120. Angle K is 120 degree and this is 70 degree. ഈ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ആംഗിൾ കാണണം. ഓക്കെ, now first we take the angle, this one, CLUE, parallelogram CLUE. പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണ് ആംഗിൾ എൽ എന്ന് പറയുന്നത് 70 ആണെങ്കിൽ ആംഗിൾ ഇ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഓൾസോ 70. ദിസ് ഈസ് ഓൾസോ 70 അല്ലേ. ഇത് 70 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈസ് ആംഗിൾ 70 മീൻസ് ആംഗിൾ എൽ is same as angle E because opposite angles are equal. That is angle L is equal to എത്രയാണ്? angle L is equal to 70. That is angle E is equal to 70 degree. ഓർത്തോണം, ഇത് 70 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് KS ഈസ് പാരലൽ ടു RI അല്ലേ. KS
ഈസ് പാരലൽ ടു കെ എസ് എന്ന് പറയുന്ന പാരലലാണ് എന്തിന്? ആർ ഐക്ക്. ആൻഡ് KS is parallel to RI and SI is a transversal and SI is a transversal. ശ്രദ്ധിച്ച് നോക്കിക്കോണം ഇത്, എന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. ഇത് ഒരു പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അല്ലേ, പാരലൽ സൈഡ്സ് ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനെ ഒരു ട്രാൻസ്വേഴ്സലായിട്ട് എടുത്താൽ RSന് ഒരു ഈ ഒരു സാധനം നമ്മൾ വേണ്ട, തൽക്കാലം നമ്മുടെ മനസ്സിലില്ല, നമുക്ക് ഈ ഒറ്റ പാരലോഗ്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അതായത് ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ കിടക്കുന്ന ആംഗിൾസ് എന്താണ്? അത് ഒരു അതിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് അല്ലേ പഠിച്ചിട്ടുണ്ട്. പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ സമ്മ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 180. സം ഓഫ് ദ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ഈസ് 180 ഡിഗ്രി. ദാറ്റ് ഈസ് 120 ഡിഗ്രി പ്ലസ് ഇതിന് നമ്മൾ ആംഗിൾ എസ് എന്ന് തന്നെ അങ്ങ് എടുക്കുക ഇത്. ഓക്കെ, ദാറ്റ് ഈസ് 120 ഡിഗ്രി. അത് വേണ്ട, നമ്മൾ ആദ്യം നമുക്ക് എഴുതാം ആംഗിൾ കെ പ്ലസ് ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസിലുള്ളത് adjacent sides is 180 degree. Sum of adjacent side is 180 degree. So here we know that angle K is 120 degree. 120 degree plus, we don't know what is angle S here. Angle S is equal to 180 degree. From here angle S is equal to 180 degree minus 120 degree. It is equal to 60 degree. Understand? അപ്പോൾ ഇത് 60 ആയി, ഇത് 70 ആയി, ഇത് 60. ഇത് 60 കിട്ടാൻ കാരണം എന്താണ്? ഇതൊരു പാരലോഗ്രാം ആണെങ്കിൽ കണ്ടോ, ഈ രണ്ട് ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 120 60യുടെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഒരു പാരലോഗ്രത്തിനാണ് അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അല്ല, നമുക്ക് വേറൊരു രീതി നോക്കിയാൽ KRഉം SIയും പാരലലാണ്. ഇതൊരു ട്രാൻസ്വേഴ്സലാണ്. ട്രാൻസ്വേഴ്സലിൻ്റെ നമുക്കറിയാം ആംഗിൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഈസ് 180 ഡിഗ്രി. പഠിച്ചിട്ടില്ലേ? കോയിൻറ്റീരിയർ ആംഗിൾ എസ്. ദിസ് ഇസ് സം എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഈ രണ്ട് ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് ആംഗിൾ എസ് കിട്ടി. ആംഗിൾ എസ് 60 ഡിഗ്രി. ഈ ആംഗിളും ഈ ആംഗിളും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചുകൂടെ? ലെറ്റ് us ടേക്ക് ദിസ് പോയിന്റ് ആസ് O. ഇതിനെ നമ്മൾ O എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കുന്ന? എക്സ് യൂസിങ് ആംഗിൾ സം പ്രോപ്പർട്ടി. യൂസിങ് ആംഗിൾ സം പ്രോപ്പർട്ടി കണ്ടോ, 70 plus 60, 70 degree plus 60 degree plus x is equal to 180 degree. From here this is 130 degree plus x is equal to 180 degree. That is x is equal to 180 degree minus 130 degree. That is equal to 50 degree. So what is the measure of x here? X is equal to 50 degree. മനസ്സിലായോ? ഇത് രണ്ട് പാരലോഗ്രാം ആക്കി നമ്മൾ എടുത്തതല്ല, നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് RISK എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം, CLUE എന്ന് പറയുന്ന രണ്ട് പാരലോഗ്രാം. ഫ്രം ദിസ് പാരലോഗ്രാം വി നോ ദാറ്റ് ആംഗിൾ E ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണെന്ന് പറഞ്ഞു. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ അതിന് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന അടുത്ത ആംഗിൾ ഇത് എന്തായിരിക്കണം? ഇറ്റ് ഈസ് 60 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും ഈ മൂന്ന് ആംഗിളും കൂടെ ഒരു ട്രയാങ്കിൾ ആണ്. നൗ ദിസ് ഈസ് ദാറ്റ് ഈസ് EOS is a triangle now. Using angle sum property of a triangle, sum of three angles is 180 degree. From here we get x is equal to 50 degree. Okay, next page. Explain how this figure is a trapezium. Which of its two sides are parallel? Okay, explain how this figure is a trapezium. ഈ ഫിഗർ എങ്ങനെയാണ് ഒരു ട്രപ്പീസിയം ആയെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ട്രപ്പീസിയം? വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ട്രപ്പീസിയം? യെസ്, ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ സെയിം. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ട്രപ്പീസിയം അല്ലേ. ഓൺലി വൺ പെയർ ഓഫ് സൈഡ്സ് ആർ പാരലൽ. അതാണ് ഒരു ട്രപ്പീസിയത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ട്
ഈ 2 ലൈൻ മാത്രമായിരിക്കും പാരലൽ. ഇതും പാരലൽ ആണോ? അല്ല. ഇതും പാരലൽ അല്ല. ഒറ്റ പെയറേ അതിന് പാരലലായിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ട്രപ്പീസിയം. ആൻഡ് വിച്ച് ആർ ദ പാരലൽ സൈഡ്സ്? വിച്ച് ഓഫ് ഇറ്റ്സ് 2 സൈഡ്സ് ആർ പാരലൽ? എൻ എമ്മും കെ എല്ലും മാത്രമാണ് പാരലൽ എന്ന് പറയുന്നത്. ഓക്കെ, എൻ എമ്മും പിന്നെ കെ എല്ലും മാത്രമാണ് ഇവിടെ പാരലൽ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ടാണ് ഇതെന്ത് പറഞ്ഞത്? ഇതൊരു ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞത്. ട്രപ്പീസിയം ഈസ് ഓൾസോ എ ക്വാഡ്രിലാറ്ററൽ അല്ലേ? ട്രപ്പീസിയം എന്ന് പറയുന്നതും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. 4 സൈഡഡ് ഫിഗർ ആണത്. ഇനി ഫൈൻഡ് മെഷർ ഓഫ് സി ഇൻ ഫിഗർ 3.3 ഇഫ് എ ബി പാരലൽ ടു ഡി സി. മനസ്സിലായോ പറഞ്ഞേ? ഈ 3.3 ഈ ഫിഗർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ സി. ഈ സി എന്ന് പറയുന്ന മെഷർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്ന കണ്ടീഷനുണ്ട്. എ ബി പാരലൽ ടു ഡി സി. കണ്ടോ? എ ബി പാരലൽ ടു ഡി സി. എ ബി പാരലൽ ടു ഡി സി ആണെങ്കിൽ ബി സി എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അണ്ടർസ്റ്റാൻഡ്? എ ബിയും ഡി സിയും പാരലൽ ലൈൻസ് ആണ്. ഇത് ട്രപ്പീസിയം ആണ്. ആൻഡ് ബി സി ആസ് എ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ, ഇത് 180 ആണെങ്കിൽ, സോറി 120 ആണെങ്കിൽ, വാട്ട് ഈസ് ദിസ്? എങ്ങനെയാണ് പറയുന്നത്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ദാറ്റ് ഈസ് 180 ഡിഗ്രി. അകത്ത് കിടക്കുന്ന ആംഗിൾ, ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിൽ കിടക്കുന്ന ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇത് 120 ആണ്. വാട്ട് അബൌട്ട് സി? യെസ്, 180 മൈനസ് 120 ദാറ്റ് ഈസ് 60. മനസ്സിലായോ? ലിസൺ, ഈ ഒറ്റ സൈഡ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഈ സൈഡ് എന്ന് പറയുന്നത്. ഇത് ഡി സി ആൻഡ് ദിസ് ഈസ് എ ബി. ദിസ് ഈസ് 120. അത് ഒരു കണ്ടോ, ഒരു ട്രാൻസ്വേഴ്സലിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയത്തില്ല, എക്സ് ആണ് ഈ ആംഗിൾ. അപ്പം 120 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഫ്രം ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 degree, that is equal to 60 degree. Okay, so the measure of angle C is 60 degree. Okay, then find the measure of angle P and angle Q in figure 3.34. If you find measure of angle R, is there more than one method to find measure of angle P? ഇവിടെ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇത് നോക്കിക്കേ, കണ്ടോ? ഇതെന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയമാണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം പാരലൽ, രണ്ട് ഒറ്റ പെയർ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ പാരലൽ. ഇതൊന്നും പാരലൽ അല്ല. ആൻഡ് ടേക്ക് പി ക്യു ആസ് എ ട്രാൻസ്വേഴ്സൽ. വി നോ ദാറ്റ് 130 degree plus angle P is equal to 180 degree. From here P is equal to yes, it is 50 degree. Okay, P is equal to 50 degree. Understand? അപ്പോൾ നമ്മളോട് പറഞ്ഞു find angle, measure of angle P and angle S. We got angle P is equal to 50 degree. And what about this one? Listen, here it is 90. This is 90 degree. So this one is also 90 degree. എന്താണ് 90 ഡിഗ്രി എന്ന് പറയാൻ കാരണം? യെസ്, നമ്മളൊരു പാരലൽ ലൈൻസ് എടുത്താൽ അതിൻ്റെ ട്രാൻസ്വേഴ്സലിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്? യെസ്, ഇറ്റ് ഈസ് സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ശ്രദ്ധിച്ച്, ഇങ്ങനെയാണ് രണ്ട്. സോറി, yes, this is the trapezium. If this is 90, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെങ്കിൽ, ഇതൊരു ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഇതിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആണ്. ഇത് 90 ആണ്, ഇതെന്താണ്? 90.
But these two lines are not parallel. We already given that here is 130. So here is 50 degree. മനസ്സിലായോ? Yes. Now page number 55. Page number 55. Here are some true or false. Write this true or false in your notebook, okay? State whether true or false. All rectangles are squares. എല്ലാ റെക്റ്റാങ്കിളും സ്ക്വയർ ആണ് എന്ന്. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. എ റെക്റ്റാങ്കിൾ ഓഫ് ഓൾ ദി സൈഡ്സ് ആർ ഈക്വൽ. ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റെക്റ്റാങ്കിളാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത്. ആണോ? അല്ല. ഓൾ റെക്റ്റാങ്കിൾസ് ആർ സ്ക്വയേഴ്സ് അല്ല. എല്ലാ റെക്റ്റാങ്കിളും സ്ക്വയേഴ്സ് അല്ല, തിരിച്ചാണ്. പക്ഷെ ഓൾ സ്ക്വയേഴ്സ് ആർ rectangles. എല്ലാ സൈഡും സെയിം ആണെന്നേ ഉള്ളൂ. ഓൾ റെക്റ്റാങ്കിൾസ് ആർ സ്ക്വയേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, അത് ട്രൂ അല്ല. എല്ലാ റെക്റ്റാങ്കിളും നോക്കിക്കേ, ഏത് ടൈപ്പ് ഓഫ് റെക്റ്റാങ്കിൾ എടുത്താലും ഇതൊരു റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലോഗ്രത്തിൻ്റെ ഏതാണ്ടൊക്കെ സെയിം ഉള്ള പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ്, ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആ സെയിം. ഒരു പ്രോപ്പർട്ടി ഉള്ളത് എന്താണ്? എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. പാരലോഗ്രത്തിന് എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കില്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും, പക്ഷെ 90 ആവണമെന്നില്ല. പക്ഷേ ഇവിടെ എല്ലാ ആംഗിളും 90 ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? സെയിം ആയിരിക്കും. ഓക്കെ, ദെൻ ഓൾ റോംബസ് ആർ പാരലോഗ്രം. റോംബസ് എന്ന് പറയുന്നത്, റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും, റോംബസിൻ്റെ എല്ലാ സൈഡും സെയിം ആയിരിക്കും. ഓൾ റോംബസ് ആർ പാരലോഗ്രം. യെസ്, ഇത് കണ്ടോ? ഓൾ റോംബസ് ആർ parallelogram. All squares are rhombus and also rectangle. എല്ലാ സ്ക്വയറും റോംബസ് ആണ്. റോംബസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എല്ലാ സൈഡും സെയിം ആയിരിക്കും. ആൻഡ് പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഓൾ സ്ക്വയേഴ്സ് ആർ റോംബസ് ആൻഡ് ഓൾസോ റെക്റ്റാങ്കിൾ. എല്ലാ സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആണ്. അതാണ് നമ്മൾ ആദ്യം പഠിച്ച ട്രൂ ഓർ ഫാൾസിൽ ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു. ആണോ? അത് ഓൾ റെക്റ്റാങ്കിൾസ് ആർ സ്ക്വയേഴ്സ് നോ? ഓൾ റെക്റ്റാങ്കിൾസ് ആർ സ്ക്വയേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തിരിച്ചാണ്, ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ ആണ്. അപ്പം അതാണ് ഇവിടെയും വന്നത്. ഓൾസോ എ റെക്റ്റാങ്കിൾ. ഓൾ സ്ക്വയേഴ്സ് ആർ റോംബസ് ആൻഡ് റെക്റ്റാങ്കിൾ. ഇറ്റ് ഈസ് ട്രൂ. ഓൾ സ്ക്വയേഴ്സ് ആർ നോട്ട് പാരലോഗ്രം. സ്ക്വയർ എന്ന് പറയുന്ന ഒരു പാരലോഗ്രം തന്നെയാണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആയിട്ടുള്ളൊരു പാരലോഗ്രം തന്നെയാണ് എന്ത്? സ്ക്വയർ എന്ന് പറയുന്നത്. ഓൾ കൈറ്റ്സ് ആർ റോംബസ്. കൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും റോംബസ് അല്ല. ആണോ? ദിസ് ഈസ് കൈറ്റ്. ഇതൊരിക്കലും റോംബസ് അല്ല. ആണോ? അല്ല. ഓൾ റോംബസ് ആർ കൈറ്റ്. യെസ്, ഇതൊരു കൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതിന് വാരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് കൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. റോംബസ് എന്ന് പറയുന്നത് കൈറ്റ് ആവും, പക്ഷേ കൈറ്റ് ഒരിക്കലും തിരിച്ച് റോംബസ് ആവില്ല. നമ്മൾ നേരത്തെ സ്ക്വയർ റെക്റ്റാങ്കിളും റെക്റ്റാങ്കിൾ സ്ക്വയറും ആണെന്ന് പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നു. എല്ലാ സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾ ആണ്. ബട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. ഓക്കെ, all rectangles are not squares. Next, all parallelogram are trapezium. എല്ലാ പാരലോഗ്രം ട്രപ്പീസിയം ആണ്. കാരണം പറഞ്ഞിട്ടുണ്ട് ഒരു വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓൾ പാരലോഗ്രംസ് ആർ ട്രപ്പീസിയം. ഓൾ സ്ക്വയേഴ്സ് ആർ ട്രപ്പീസിയം. എല്ലാ സ്ക്വയേഴ്സും ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞത്. യെസ്, ഓക്കെ. നൗ ഐഡൻറ്റിഫൈ ഓൾ ദ ക്വാഡ്രാറ്ററൽസ് ദാറ്റ് ഹാവ്. ഒരു ക്വാഡ്രിലാറ്ററൽ 4 sides ഓഫ് ഈക്വൽ ലെങ്ത്. ക്വാഡ്രിലാറ്ററൽ ആണ്. അത് ഏതൊക്കെയാണ് ആ ക്വാഡ്രിലാറ്ററിൻ്റെ പേരെന്ന് എഴുതാൻ പറഞ്ഞത്? 4 sides ഓഫ് ഈക്വൽ ലെങ്ത്. 4 സൈഡ് ഈക്വൽ ലെങ്ത് ഉള്ള ക്വാഡ്രിലാറ്ററൽസിൻ്റെ പേര് എഴുതാൻ. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് സ്ക്വയർ ആൻഡ് റോംബസ് അല്ലേ? 4 സൈഡും സെയിം ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഐഡൻറ്റിഫൈ ഓൾ ദ ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഹാവ് 4 റൈറ്റ് ആംഗിൾ. 4 റൈറ്റ് ആംഗിൾ വരുന്നു. നോക്കിക്ക്, സ്ക്വയർ ഇത് റൈറ്റ് ആംഗിൾ ആണ് വരുന്നത്. റെക്റ്റാങ്കിൾ, ദിസ് ഈസ് ഓൾസോ റൈറ്റ് ആംഗിൾ. അപ്പം സ്ക്വയറും റെക്റ്റാങ്കിളും ആണ് എന്ത്? ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. 4 റൈറ്റ് ആംഗിൾ വരുന്ന ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? യെസ്, ഇറ്റ് ഈസ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഹാവ് 4 sides ഓഫ് ഈക്വൽ ലെങ്ത്. ഈക്വൽ ലെങ്ത് 4 സൈഡ്സിന് വരുന്നു. ഒന്ന് സ്ക്വയറും ഒന്ന് റോംബസും. ഓക്കെ, സ്റ്റഡി വെൽ these properties, then only you can understand the difference between the rectangle, square, rhombus, parallelogram, trapezium, like that all. Okay, thank you.